ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പും ഇ.പി. ജയരാജൻ ചർച്ചാ വിഷയമാകുന്നതുണ്ട്. ഇക്കുറി ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ ജയരാജന്റെ ആത്മകഥയാണ് പാർട്ടിക്ക് തലവേദനയുണ്ടാക്കിയത്. പുറത്തിറങ്ങാൻ പോകുന്ന കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്ന് പേരിട്ട പുസ്തകത്തിന്റെ പ്രസാധകർ DC ബുക്സ് ആണ്. പുസ്തക പ്രകാശനം നീട്ടിവെച്ചതായും DC അറിയിച്ചിട്ടുണ്ട്. പുസ്തകത്തിന്റെ കവർ ചിത്രം DC ബുക്സ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. EMSനൊപ്പം നിൽക്കുന്ന ജയരാജന്റെ ചിത്രമാണ് കവർ. പല അപ്രിയ സത്യങ്ങളുടെയും തുറന്നു പറച്ചിലുകളും പുസ്തകത്തിലുണ്ടെന്നാണ് പുറത്തുവന്ന വിവരം. ഇ.പി. ജയരാജന്റെ ആത്മകഥ പുറത്തു വരുമ്പോൾ അത് CPM രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. തന്നെ പാർട്ടി മനസ്സിലാക്കിയില്ലെന്നും LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രയാസമെന്നും ഇ.പി. ജയരാജൻ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ടെന്നാണ് വിവരം. BJP നേതാവ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെന്ന പ്രചരണം ഗൂഢാലോചനയെന്നും പറയുന്നു. തെറ്റായ വാർത്തയാണ് പുറത്തുവരുന്നതെന്നും താൻ എഴുതാത്ത കാര്യങ്ങളാണ് പുറത്തുവരുന്നതെന്നും വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഇ.പി. വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാനിന്ന് 24 ചാനലിലൊരു വാർത്ത കാണുകയുണ്ടായി. എൻ്റെ ആത്മകഥ സംബന്ധിച്ചിട്ടാണ്. എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ്. എഴുതിയിടത്തോളമുള്ള കാര്യം. ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് 10:30 അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത്. തികച്ചും തെറ്റായിട്ടുള്ള നടപടി. ഇത് ഇന്ന് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇനി ഏതായാലും എൻ്റെ പുസ്തകം താമസിയാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും. ആത്മകഥയുടെ പ്രസിദ്ധീകരണത്തിന് ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്നും ആത്മകഥാ പുസ്തകത്തിന് കവർ പേജ് പോലും വരച്ചിട്ടില്ലെന്നും പറയുന്നു. താൻ പുസ്തകം എഴുതി പൂർത്തിയാക്കിയിട്ടില്ലെന്നും ജയരാജൻ പറഞ്ഞു.